അത് കൊള്ളാലോ രേണു. വായി തൂന്നൊക്കെ വിളിച്ചു പറയാൻ പറ്റുന്ന ഇടമാണോ ബിഗ് ബോസ്? അപ്പോൾ ഇത് തന്നെയാണോ പുറത്തും ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു, അതൊക്കെ ശരിയാകണമെന്നുണ്ടോ എന്നാണ് രേണു ചോദിക്കുന്നത്. രേണു സുധിയും അഖില നൂറയും ശാരികയും എല്ലാം ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയാണ്. അതായത് അവരുടെ പെട്ടിയൊക്കെ വന്നു, അതൊക്കെ എടുക്കലും പെറുക്കലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പുറത്തു പോകുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, അതായത് എലിമിനേഷനെ കുറിച്ച്. അങ്ങനെ സംസാരിച്ചപ്പോൾ രേണു പറയാണ്, എന്തായാലും പുറത്തു പോകണം, എനിക്ക് പുറത്തു പോകണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്, വീട്ടിൽ പോകണമെന്ന്. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും പോകാൻ പറ്റില്ലല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ ശാരിക പറയുന്നുണ്ട്, അത് ശരിയാണ്, അത് ബിഗ് ബോസ് അങ്ങനെ ഒരു നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചല്ലേ, അങ്ങനെ ചുമ്മാ ഒന്ന് പോകണമെന്നൊന്നും പറഞ്ഞാലൊന്നും പോകാൻ പറ്റത്തില്ല എന്നാണ് ശാരിക പറയുന്നത്. അതിന് മറുപടിയായിട്ട് രേണു പറഞ്ഞ കാര്യമാണിത്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു, അതെല്ലാം സത്യമാകണമെന്നുണ്ടോ എന്ന്. എന്തായാലും ഇങ്ങനെ ഓരോരോ സത്യങ്ങൾ ഇങ്ങനെ അവിചാരിതമായിട്ട് ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ സൂക്ഷിച്ചും കണ്ടും പറഞ്ഞാൽ കൊള്ളാം. എന്തായാലും രേണുസുതി ഒരു സത്യം അങ്ങനെ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഈ പുള്ളിക്കാരി പറയുന്നതൊന്നും സത്യമല്ല എന്നത് പുള്ളി തന്നെ പറഞ്ഞ് സ്ഥാപിച്ചു വെച്ചിരിക്കുകയാണ്. ലൈവില് ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റു വിശേഷങ്ങളായി ഉടനെ കാണാം. ബൈ.